ആസാമിലെ ബേർഡ്സ് പാരഡൈസ് എന്ന് വിളിക്കാവുന്ന കസിരംഗയിലെ അഗാരത്തോളി റേഞ്ചിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലിസ്റ്റ്. കസിരംഗയിലെ മെയിൻ സോണായിട്ടുള്ള കൊഹോറയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് അഗാരത്തോളി റേഞ്ച് വരുന്നത്. പോകുന്ന വഴിയുടെ ഇരുവശത്തും ആസാമിലെ ഫേമസ് ആയിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഫാരി സോണിലേക്ക് എത്തേണ്ട ആവശ്യം പോലും വന്നില്ല. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സൈറ്റിംഗ് ഓറിയന്റൽ പൈഡ് ഹോൺബിൽ, മലയാളത്തിൽ ഇവരെ പാണ്ടൻ വേഴാമ്പൽ എന്നാണ് വിളിക്കാറ്. റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു അമ്പലത്തിന്റെ നടയിലാണ് പുള്ളി ഇരിക്കുന്നത്. കസിരംഗയിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ വളരെ കോമൺ ആണ്. നമ്മൾ ഈ നിൽക്കുന്നതാണ് അഗാരത്തോളി റേഞ്ചിലേക്കുള്ള എൻട്രൻസ്. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ കണ്ട കാഴ്ചയാണ് ഈ വൈൽഡ് വാട്ടർ ബഫല്ലോ. നമുക്ക് പോകാനുള്ള വഴി ബ്ലോക്ക് ചെയ്താണ് ആശാൻ നിൽക്കുന്നത്. ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ വൈൽഡ് ബഫലോസ് വളരെ അഗ്രസീവായിട്ടുള്ള അനിമൽസ് ആണ്. കസിരംഗ ഫോറസ്റ്റിൽ മനുഷ്യന് ഏറ്റവും ത്രെട്ടുള്ള ഒരു അനിമലും വൈൽഡ് വാട്ടർ ബഫല്ലോ ആണെന്നാണ് പറയപ്പെടുന്നത്. വലിപ്പത്തിൽ ഒരുപാട് മുന്നിലുള്ള റൈനോസിനേക്കാളും ഈ ഒരു കാട്ടിൽ പേടിക്കേണ്ടത് വാട്ടർ ബഫലോസിനെയാണ്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇവരൊട്ടും മടിക്കില്ല. വളഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവരുടെ കൊമ്പുകളുടെ അറ്റം മുതൽ അറ്റം വരെയുള്ള നീളം കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനോളം നീളം വരാറുണ്ട്. അതായത് ഏകദേശം 6 അടിയോളം നീളം വരാറുണ്ട്. അടുത്തതായി നമുക്ക് കിട്ടിയ കാഴ്ചയാണ് പുള്ളിനത്ത് എന്ന് മലയാളത്തിൽ വിളിക്കുന്ന സ്പോട്ടഡ് ഔലറ്റ്. പിടിക്കാൻ ഇറങ്ങുന്ന രാത്രിയായതുകൊണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്ന തിരക്കിലാണ്. ഇതാണ് ഇൻഡോ ചൈനീസ് റോളർ. ബർമീസ് റോളർ എന്നും വിളിക്കാറുണ്ട്. കേരളത്തിൽ കാണപ്പെടുന്നത് കാഴ്ചയിൽ ഏകദേശം ഇവരെ പോലെ തന്നെ തോന്നിക്കുന്ന ഇന്ത്യൻ റോളറാണ്. പനങ്കാക്ക എന്നാണ് നമ്മൾ മലയാളത്തിൽ വരെ വിളിക്കാറ്. മുമ്പ് ഇന്ത്യനും ഇൻഡോ ചൈനീസും സെയിം സ്പീഷീസ് ആയിട്ടാണ് കരുതിയിരുന്നത്. പക്ഷേ ഇവരുടെ തൂവലിൽ കാണുന്ന നിറവ്യത്യാസമാണ് ഇവരെ ഒരു സെപ്പറേറ്റ് സ്പീഷീസ് ആയിട്ട് കണക്കാക്കാൻ പ്രേരിപ്പിച്ചത്. ഇൻഡോ ചൈനീസ് റോളറുകളുടെ തൂവലുകൾക്ക് കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡ്സ് ആണുള്ളത്. ഇവരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പ്രെഡേറ്റേഴ്സ് ആണ്. കേരളത്തിലൊക്കെ കാണുന്നത് പോലെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് കവറാണ് അഗാരത്തോളി റേഞ്ചിനെ മറ്റുള്ള റേഞ്ചസിൽ നിന്നും ഡിഫറെൻ്റ് ആക്കുന്നത്. സെൻട്രൽ സോണായിട്ടുള്ള കഹോറ, ബഗോറി തുടങ്ങിയ റേഞ്ചസിലെല്ലാം കൂടുതലായിട്ടും ഗ്രാസ് ലാൻഡ്സ് ആണ് കാണുന്നത്. പക്ഷേ അഗാരത്തോലിയിൽ റിവർ ഐലൻഡ്സും ചെറിയ മാർഷ് ലാൻഡ്സും അതുപോലെ തിക്കായിട്ടുള്ള ഫോറസ്റ്റും ഒക്കെയാണ് ഉള്ളത്. ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബേർഡാണ് ലെസർ അഡ്ജുറ്റന്റ്, മലയാളത്തിൽ വയൽ നായ്ക്കൻ എന്ന് വിളിക്കും. അധികം ഡിസ്റ്റർബൻസസ് ഇല്ലാത്ത വെറ്റ്ലാൻഡ്സിലാണ് ഇവർ പൊതുവെ കാണപ്പെടാറ്. തൊട്ടടുത്തും പുറകിലും ഒക്കെ ആയിട്ട് കാണുന്നത് സ്വാൻ ഡിയേഴ്സ് ആണ്. നല്ല വലിപ്പമുള്ള ഒരു വെറ്റ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പലതരത്തിലുള്ള സ്പീഷീസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ആ സ്വാം ഡിയറിന്റെ ബാക്കിൽ ഒരു കൂട്ടം വൈൽഡ് ബഫലോസ് കിടക്കുന്നത് നമുക്ക് കാണാം. കസിരംഗ ഫോറസ്റ്റിൽ വന്നതിന് ശേഷം ഞാൻ കാണുന്ന ഏറ്റവും വലിയ ബാരാസിംഗ കൂട്ടമാണിത്. നല്ല പച്ച പരവതാനി വിരിച്ചതുപോലൊരു ലാൻഡ്സ്കേപ്പിൽ കാണ്ടാമൃഗങ്ങൾ മേഞ്ഞു നടക്കുന്ന കാഴ്ച. ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കസിരംഗ ഫോറസ്റ്റിലേക്ക് വീണ്ടും വീണ്ടും വരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ റൈനോസ് ടെറിട്ടോറിയൽ ആയിട്ടുള്ള ആനിമൽസ് ആണ്. അതായത് ഇവരുടെ ടെറിട്ടറി ക്രോസ് ചെയ്ത് വേറെ റൈനോസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ ആവശ്യത്തിലധികം ഫുഡും വെള്ളവും ഒക്കെ ഉള്ളത് കാരണം ഇവർ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് കാണുന്നില്ല. എല്ലാവരും അവരവരുടെ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസിൽ അങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. പുറകിൽ 3 റൈനോസ് ഫേസ് ടു ഫേസ് വന്നായിരുന്നു. ഒരു അറ്റാക്കിനുള്ള എല്ലാ ചാൻസസും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, 2 റൈനോസ് പതിയെ അവിടെ നിന്ന് മാറിപ്പോവാണ്. കുറച്ച് സമയം അവരെ നോക്കി നിന്നിട്ട് 3ാമത്തെ റൈനോവും പതിയെ അവിടെ നിന്ന് മൂവിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ടെറിട്ടോറിയൽ ആയിട്ടുള്ള ആനിമൽസ് ആണ് റൈനോസ്. ടെറിട്ടറിയുടെ പേരിൽ ഇവർ തമ്മിൽ സ്ഥിരമായിട്ട് ഫൈറ്റ്സ് നടക്കാറുണ്ട്. അതുകൂടി താങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഇത്രയും കട്ടിയുള്ള സ്കിന്ന് കിട്ടിയിരിക്കുന്നത്.
ഇതില്ല, ചീത്തലില്ല. ഇതാണ് മലയാളത്തിൽ വലിയ മീൻപരുന്ത് എന്ന് വിളിക്കുന്ന ഗ്രേ ഹെഡഡ് ഫിഷ് ഈഗിൾ. കസിരംഗ ഫോറസ്റ്റിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ബേർഡ് ഓഫ് പ്രേ ആണ്. ഇവരെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇനിയും കാണും. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഇവരെ പറ്റി അറിയാം. കസിരംഗയിൽ പൊതുവെ കാണപ്പെടുന്ന എല്ലാ പ്രധാനപ്പെട്ട മൃഗങ്ങളും ഈ ഫോറസ്റ്റ് റേഞ്ചിലും കാണപ്പെടാറുണ്ട്. പക്ഷേ അഗാരത്തോളി റേഞ്ച് കൂടുതൽ ഫേമസ് ആവുന്നത് ബേർഡ് വാച്ചേഴ്സിനിടയിലാണ്. കാരണം കസിരംഗയിൽ ഏറ്റവും കൂടുതൽ ബേർഡ്സിൻ്റെ പ്രസൻസ് ഉള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണിത്. ചുറ്റും പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് സ്റ്റൈലിൽ റെസ്റ്റ് എടുക്കുന്ന ഒരാളിനെ കണ്ടു. ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും അതുപോലെ ഇൻസെക്ട്സിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെ ആയിട്ട് വൈൽഡ് വാട്ടർ ബഫലോസ് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാറുണ്ട്. മൊത്തം 22 കിലോമീറ്ററാണ് അഗാരത്തോലി റേഞ്ചിലെ സഫാരി ട്രെയിലിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. സോഹോലബീൽ, മക്ലുങ്, തുർത്തുറാണി, ദുബ എന്നിങ്ങനെയുള്ള വ്യൂ പോയിന്റ്സ് ക്രോസ് ചെയ്താണ് ഈ 22 കിലോമീറ്റർ പോകുന്നത്. ഈ ട്രെയിലിനിടയിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ഉണ്ട്, സൊഹോല വാച്ച് ടവർ. ഈ കാണുന്നത് മലയാളത്തിൽ മോതിരത്തത്ത എന്ന് വിളിക്കുന്ന റോസ് റിംഗ്ഡ് പാരക്കീറ്റ് ആണ്. ഇത് ഇവരുടെ നെസ്റ്റിംഗ് ഏരിയ ആണ്. മറ്റുള്ള ബേർഡ്സ് ഏതെങ്കിലും വന്ന് നെസ്റ്റിലേക്ക് കയറാതിരിക്കാനായിട്ട് നെസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ ചെന്നപ്പോൾ കാണുന്നത്. ഇവരിലെ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയുന്നത് വളരെ എളുപ്പമാണ്. പേര് സൂചിപ്പിക്കുന്ന ആ ഒരു റിങ് വരുന്നത് മെയിൽസിന് മാത്രമാണ്. ഫീമെയിൽ ബേർഡ്സിന് ഈ റിങ് ഒന്നുകിൽ കംപ്ലീറ്റ് ആയിട്ട് മിസ്സിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല മങ്ങിയ നിറത്തിലായിരിക്കും കാണപ്പെടാറ്. മെയിൽ ബേർഡ്സിന്റെ ടെയിൽ ഫെദറിനും അല്പം നീളക്കൂടുതൽ ഉണ്ടാവാറുണ്ട്. മലയാളത്തിൽ കാട്ടുപന്നി എന്ന് നമ്മൾ വിളിക്കുന്ന ഇന്ത്യൻ ബോർ. ഇവരിങ്ങനെ ഫ്രീ ആയിട്ട് ഈ പുൽമേടുകളിൽ നടക്കുന്ന കണ്ടോ? അതിനൊരു റീസൺ ഉണ്ട്. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള കസിരംഗ ഫോറസ്റ്റ് റേഞ്ചിൽ പ്രിഡേറ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. പ്രിഡേറ്റേഴ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് അപ്പെക്സ് പ്രിഡേറ്റർ ആയിട്ടുള്ള ടൈഗറാണ്. മറ്റൊരു പ്രിഡേറ്റർ ആയിട്ടുള്ള ലെപ്പേർഡിൻ്റെ പ്രസൻസ് വളരെ ചുരുക്കം മാത്രമേ ഇവിടെ ഉണ്ടാകാറുള്ളൂ. ഏകദേശം 35 വർഷങ്ങൾക്ക് മുന്നേ വൈൽഡ് ഡോഗ്സ് ഈ കാട്ടിൽ നിന്നും പൂർണ്ണമായിട്ട് എക്സ്റ്റിങ്ക്റ്റ് ആയി എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി വൈൽഡ് ഡോഗ്സ് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇതൊക്കെ കാരണം ഇവർ കുറച്ച് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈസി ആയിട്ട് ഇറങ്ങി നടക്കുന്നത്. ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഒരു റിവർ ബാങ്കിൽ ഓപ്പൺ ഗ്രാസ് ലാൻഡിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന 2 വൈൽഡ് ബോസും അവരുടെ കുട്ടികളെയും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കസിരംഗ സീരീസിലെ 7ാമത്തെ വീഡിയോ ആണത്. കസിരംഗയിലെ മറ്റുള്ള വിശേഷങ്ങൾ അറിയാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കാണാൻ മറക്കണ്ട. ശരീരത്തിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ആ ജട പോലെയുള്ള മുടി ഇന്ത്യൻ ബോർഡ്സിന് മാത്രമാണ് ഉണ്ടാവാറ്. ഇതാണ് യൂറോപ്യൻ ബോർഡ്സിൽ നിന്നും ഇന്ത്യൻ ബോർഡിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മാർഗം. ഒരു സെഷനിൽ വെറും 20 വണ്ടികൾ മാത്രമാണ് ഈ ഒരു റേഞ്ചിലേക്ക് കയറ്റിവിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കും ബഹളവും ഒന്നും ഇല്ലാണ്ട് ഈ ഫോറസ്റ്റ് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. റൈനോസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികളിലൊന്നാണ് ഇതായി കാണുന്നത്. ആനകളെപ്പോലെ തന്നെ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ബോഡി ടെമ്പറേച്ചർ ഇങ്ങനെ അല്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കട്ടിയുള്ള സ്കിൻ ഉണ്ടെങ്കിലും ഇൻസെക്ട്സിൻ്റെ ആക്രമണം വല്ലാണ്ട് ഇവരെ ശല്യപ്പെടുത്താറുണ്ട്. അതിൽ നിന്ന് ഒഴിവായി കിട്ടാനും ഇവരിങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാറുണ്ട്. അഗാരത്തോളി റേഞ്ച് വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നവംബർ മുതൽ ഏപ്രിൽ വരെയാണ്. മൺസൂൺ സമയത്ത് ഈ ഒരു കാട് മൊത്തം വെള്ളത്തിനടിയിലാവാറുണ്ട്. രാവിലെയും വൈകിട്ടുമായിട്ട് ഒരു ദിവസം 2 സെഷൻസ് ആയിട്ടാണ് ഇവിടുത്തെ സഫാരികൾ നടക്കുന്നത്. അഗാരത്തോളി റേഞ്ചിനെ ഈസ്റ്റേൺ റേഞ്ച് എന്നും വിളിക്കാറുണ്ട്. കസിരംഗ നാഷണൽ പാർക്കിന്റെ കിഴക്കൻ മേഖലയാണ്. ഈ പ്രദേശത്തെ നമുക്കൊരു ബേർഡേഴ്സ് പാരഡൈസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതാണ് റെഡ് ബ്രെസ്റ്റഡ് പാരക്കീറ്റ്. ഇവർക്ക് മോസ്റ്റാച്ച്ഡ് പാരക്കീറ്റ് എന്നും പേരുണ്ട്. മലയാളത്തിൽ അങ്ങനെ കോമൺ ആയിട്ട് ഇവരെ ഒന്നും വിളിക്കാറില്ലെങ്കിലും മീശത്തത്ത എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു പേര് വരാനുള്ള റീസൺ ചുണ്ടിന് മുകളിലും താടിയെല്ലുമായിട്ട് കാണപ്പെടുന്ന കറുത്ത നിറത്തിലുള്ള ഡിസൈനാണ്. താഴ്ഭാഗത്തായിട്ട് കാണുന്ന ചുവന്ന നിറം കാരണമാണ് റെഡ് ബ്രെസ്റ്റഡ് പാരക്കീറ്റ് എന്നുള്ള പേര് വന്നത്. അഡൽട്ടായിട്ടുള്ള തത്തകളുടെ ചുണ്ടിൻ്റെ നിറം നോക്കി ഇവയെ തിരിച്ചറിയാൻ പറ്റും. ആൺതത്തകൾക്ക് ചുവന്ന ചുണ്ടുകളും പെൺതത്തകൾക്ക് പൂർണ്ണമായിട്ടും കറുത്ത ചുണ്ടുകളുമാണുള്ളത്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഏരിയാസിലാണ് ഇവരെ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നത്. കൂട്ടമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവ
കാടുകളിലും തോട്ടങ്ങളിലും 60 എണ്ണം വരെയുള്ള വലിയ കൂട്ടങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരു മേറ്റിംഗ് ആക്റ്റാണ്. ഗ്രേ ഹെഡഡ് ഫിഷ് ഈഗിളിൻ്റെ ജുവനയിലാണ് ഈ ഇരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ യാതൊരു തരത്തിലുള്ള സാമ്യവും നമുക്ക് തോന്നാൻ സാധ്യതയില്ല. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ബ്രാഹ്മിണി കൈറ്റുണ്ടല്ലോ, ശ്രീകൃഷ്ണ പരുന്ത്, അതിൻ്റെ ജുവനയിലും ഇതേപോലെയാണ്. കാഴ്ചയിൽ ഒരു സാമ്യവും ഉണ്ടാകാറില്ല. മുതിർന്ന പക്ഷികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രൂപമാണ് ഇവർക്കുള്ളത്. ഇവയ്ക്ക് പ്രായപൂർത്തിയാകാൻ ഏതാനും വർഷങ്ങളെടുക്കും. അഡൾട്ടായിട്ടുള്ള പക്ഷികളെ പോലെ ചാരനിറത്തിലുള്ള തലയോ വെളുത്ത വയറോ ഇവർക്കുണ്ടാവില്ല. ശരീരം മുഴുവൻ മങ്ങിയ തവിട്ട് നിറവായിരിക്കും. തലയിലും കഴുത്തിലും നെഞ്ചിലും വ്യക്തമായിട്ട് വെള്ള അല്ലെങ്കിൽ മഞ്ഞ കലർന്ന വരകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മലയാളത്തിൽ പന്നൽ അല്ലെങ്കിൽ പന്നച്ചെടി എന്ന് വിളിക്കുന്ന ഫേൺസ് ആണ് ഈ കാണുന്നത്. 360ഓളം മില്യൺ ഇയേഴ്സിൻ്റെ പഴക്കമാണ് ഈ ഒരു ചെടിക്കുള്ളത്. ഇപ്പോഴും ഈ ഒരു ചെടി ഭൂമിയിൽ നന്നായിട്ട് സർവൈവ് ചെയ്ത് ഫ്ലറിഷ് ചെയ്ത് പോകുന്നുണ്ട്. സാധാരണ ചെടികളെ പോലെ പൂക്കളോ വിത്തുകളോ വഴിയല്ല ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, മറിച്ച് ഇലകളുടെ അടിയിലുണ്ടാകുന്ന ചെറിയ സ്പോർസ് വഴിയാണ്. ഈർപ്പവും തണലുമുള്ള പ്രദേശങ്ങളിലാണ് ഇവ തഴച്ചു വളരുന്നത്. മലയാളത്തിൽ നീർനായ എന്ന് വിളിക്കുന്ന സ്മൂത്ത് കോട്ടഡ് ഓട്ടർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയ്ക്ക് വെൽവെറ്റ് പോലെയുള്ള തിളക്കമുള്ള മിനുസമാർന്നതും നീളം കുറഞ്ഞതുമായിട്ടുള്ള രോമങ്ങളാണുള്ളത്. അഡൽട്ടായിട്ടുള്ള ഒരു നീർനായയ്ക്ക് തല മുതൽ വാലിൻ്റെ അറ്റം വരെ ഏകദേശം 1.3 മീറ്റർ നീളവും 7 മുതൽ 11 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും. ഇവർക്ക് നല്ല പരന്ന വാലുകളും വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന വിരൽ ചർമ്മങ്ങൾ അഥവാ വെബ്ഡ് ഫീറ്റ് ഉണ്ടാകാറുണ്ട്. നീർനായയുടെ പുറംഭാഗം ഇരുണ്ട തവിട്ട് നിറത്തിലും അടിഭാഗം ഇളം ചാരനിറത്തിലോ വെളുപ്പ് കലർന്ന ചാരനിറത്തിലോ കാണപ്പെടാറുണ്ട്. രോമങ്ങൾക്കിടയിൽ വായു കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ കൂടുതൽ സമയം ചിലവഴിച്ചാലും ഇവയുടെ ഉള്ളിലെ ചർമ്മം നനയാറില്ല. ശരീരം തണുത്തു പോകാറുമില്ല. സാധാരണയായി ഇവർ കുടുംബങ്ങളായി സംഘം ചേർന്നാണ് ജീവിക്കുന്നത്. വളരെ മികച്ച നീന്തൽക്കാരായ ഇവർ കൂട്ടമായിട്ടാണ് വേട്ടയാടുന്നതും. ഒരു മാംസഭുക്കായിട്ടുള്ള ഇവയുടെ പ്രധാന ഭക്ഷണം മത്സ്യങ്ങളാണ്. കൂടാതെ ഞണ്ട്, തവളകൾ, മറ്റ് ചെറിയ ജലജീവികൾ എന്നിവയെ ഇവർ ഭക്ഷണമാക്കാറുണ്ട്. നദികൾ, തടാകങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൈതക്കാടുകൾ എന്നിവയ്ക്ക് സമീപമാണ് ഇവർ ജീവിക്കുന്നത്. ഇവർ മീനിനെ വേട്ടയാടുന്ന രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തടാകങ്ങളിൽ മീൻ പിടിക്കുമ്പോൾ ഇവർ ഇംഗ്ലീഷിലെ അക്ഷരമായ വി ആകൃതിയിൽ അണിനിരന്ന് മീനുകളെ വെള്ളം കുറഞ്ഞ ഭാഗത്തേക്ക് ഓടിച്ചു കയറ്റും. അതിനുശേഷമാണ് പിടികൂടുന്നത്. ഇവിടെയുള്ള റൈനോസും ഓട്ടേഴ്സും തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട്. കാണ്ടാമൃഗങ്ങൾ സസ്യബുക്കുകളും നീർനായകൾ മാംസബുക്കുകളും ആയതുകൊണ്ട് ഇവർ തമ്മിൽ ആഹാരത്തിന് വേണ്ടി മത്സരങ്ങളില്ല. വെള്ളത്തിലിറങ്ങുന്ന സമയത്ത് കാണ്ടാമൃഗങ്ങൾ ഇവരെ ഉപദ്രവിക്കാറില്ല. പകരം അവരും വലിയ ശരീരത്തെ ബഹുമാനിച്ച് തടസ്സമുണ്ടാക്കാതെ മാറി നീന്തുകയും ചെയ്യാറുണ്ട്. കാണ്ടാമൃഗങ്ങൾ തടാകങ്ങളിലെ ചെളിയിലും വെള്ളത്തിലും കിടന്നുരുളാറുണ്ട്. ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ഇതിനെ വാലോയിങ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ വെള്ളം ഇളകുന്ന സമയത്ത് ഒളിച്ചിരിക്കുന്ന മത്സ്യങ്ങളും മറ്റ് ജലജീവികളും പുറത്തേക്ക് വരുന്നു. ഇത് നീർനായകൾക്ക് വേട്ടയാടൽ കൂടുതൽ എളുപ്പമാക്കുന്നുണ്ട്. കസരംഗയിലെ വലിയ വേട്ടക്കാരായ കടുവകളോ അല്ലെങ്കിൽ മനുഷ്യരോ അടുത്തു വരുന്നത് കണ്ടാൽ നീർനായകൾ അലാം കോൾസ് കൊടുക്കാറുണ്ട്. ഈ മുന്നറിയിപ്പ് കാണ്ടാമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വലിയ മൃഗങ്ങളെ അലേർട്ടാക്കാറുണ്ട്. ആവാസ വ്യവസ്ഥയുടെ നാശം, ജലാശയങ്ങളിലെ മലിനീകരണം, രോമത്തിനായി വേട്ടയാടൽ എന്നിവയൊക്കെ കാരണം ഇവ വലിയ തോതിൽ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. IUCN റെഡ് ലിസ്റ്റിൽ വൾണറബിൾ സ്പീഷീസ് ആയിട്ടാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെ കൂടാതെ മറ്റ് 2 ഓട്ടർ സ്പീഷീസ് കൂടി കസരംഗയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഓട്ടർ സ്പീഷീസ് ആയിട്ടുള്ള സ്മോൾ ക്ലൗഡ് ഓട്ടറാണ്. പിന്നെ ഒന്ന് കോമൺ ഓട്ടർ അഥവാ യൂറേഷ്യൻ ഓട്ടർ. 3 തരം നീർനായകളും ഒരുമിച്ച് ജീവിക്കുന്ന
ലോകത്തിലെ തന്നെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് കസിരംഗ. കസിരംഗയിലെ തണ്ണീർത്തടങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഈ നീർനായ്ക്കൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ കാരണം കൊണ്ട് ഇവയ്ക്ക് കടുത്ത സുരക്ഷയാണ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത്. ചാരത്തലയൻ മീൻപരുന്ത് അഥവാ ഗ്രേ ഹെഡഡ് ഫിഷ് ഈഗിൾ മറ്റുള്ള പ്രദേശങ്ങളിൽ കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും കസിരംഗയിൽ ഇവർ കോമൺ ആയിട്ടുള്ള ഒരു ബേർഡാണ്. ഈ പാർക്കിൽ ഓരോ 7.59 സ്ക്വയർ കിലോമീറ്ററിലും ഒരെണ്ണം വെച്ച് എന്ന കണക്കിൽ ഇവരുണ്ട്. അതുകൊണ്ട് തന്നെ സഫാരിയിൽ ഈസി ആയിട്ട് നമുക്ക് ഇവരെ കാണാൻ സാധിക്കും. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവരുടെ പ്രധാന ഭക്ഷണം മീൻ തന്നെയാണ്. അപൂർവമായിട്ടാണെങ്കിലും ചില സമയങ്ങളിൽ ആമകളെയും പിടിച്ച് കഴിക്കാറുണ്ട്. ഈ മരത്തിൽ കാണുന്നത് ഒരു കടുവയുടെ മാർക്കിങ്സ് ആണ്, നഖം കൊണ്ട് വരച്ചേക്കുന്ന പാടുകൾ. ഇതിൻ്റെ മീനിങ് ഇതൊരു കടുവയുടെ ടെറിട്ടറി ആണെന്നുള്ളതാണ്. കൃത്യമായി ഇവിടെ എത്തിയപ്പോൾ അലാം കോളും കേൾക്കുന്നുണ്ട്. ഒരു കടുവ ഇതുവഴി ക്രോസ് ചെയ്ത് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആ ഒരു കാഴ്ച മിസ്സാവാതിരിക്കാൻ കാടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. Unfortunately, nature had other plans. പെട്ടെന്നാണ് ഒരു മഴ തുടങ്ങിയത്. ഇങ്ങനെയുള്ളൊരു മഴയത്ത് കടുവ വരാനുള്ള സാധ്യത തീരെയില്ല. ക്യാമറ സേഫാക്കാനായി നമ്മൾ ജിപ്സി മൊത്തത്തിൽ കവർ ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലാത്തത് കൊണ്ടും സഫാരിയുടെ ടൈം കഴിയാറായതുകൊണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണിപ്പോൾ. തിരിച്ചു പോകുന്ന വഴിക്ക് ദാ ഇവിടെ നിന്ന് വീണ്ടും ഒരു അലാം കോൾ. ഈ ഒരു കോറിഡോറിലും മുൻപ് ടൈഗറിനെ സൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടം ഹോഗ് ഡിയേഴ്സ് നല്ല അലേർട്ടായിട്ട് നിൽക്കുന്നുമുണ്ട്. ഒരുവിധം കുറഞ്ഞു നിന്ന മഴ വീണ്ടും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വഴി ഇനി കടുവയുടെ മൂവ്മെൻറ്റിൻ്റെ ചാൻസ് വളരെ കുറവാണ്. സഫാരി ടൈം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ തിരിച്ചു പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഈ വൈൽഡ് ബഫല്ലോ ചെളിയിൽ കിടക്കാനുള്ള ബെഡ് സ്പേസ് ഒരുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കൊമ്പ് കൊണ്ട് ചെളിയെല്ലാം കുത്തിയിളക്കി നല്ല കംഫർട്ടബിളായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇതാ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് വരുന്നത് കസിരംഗയിലെ അവസാനത്തെ സഫാരിയാണ്. ഇതുവരെയുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. മാക്സിമം റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം. സോ സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് വൺ. അൺടിൽ ദെൻ, അഡിയോസ് അമീഗോസ്.